നീ അങ്ങോട്ട് നോക്കി. PC ജോർജ് രക്ഷപ്പെടുക. ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഹാസ്യനും വിശ്വസിക്കാൻ കൊള്ളാത്തവനും നിലപാടില്ലാത്തവനും ചൊവ്വില്ലാത്തവനുമായ ഒരു സ്ഥാനാർത്ഥിയായി ഒരു ദരിദ്രവാസിയും നിലപാടില്ലാത്തവനും പക്ഷമായി വന്ന് ഇപ്പം പക്ഷമെല്ലാം ചിറകെല്ലാം കളഞ്ഞ് ലയിച്ചു നിൽക്കുന്ന എല്ലാരും വിളിച്ചു ഒരാളാണ് PC ജോർജ്. മാത്രമല്ല, നിങ്ങളൊന്ന് ആലോചിച്ചത്, കേരള രാഷ്ട്രീയത്തിൽ എത്ര പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ ആളാണ് അദ്ദേഹം. ഞാനൊരു ഉലകം ചുറ്റും ബാലിവൻ പണക്കാരൻ. ഇന്ന് ഇന്ത്യയിലാണെങ്കിൽ നാളെ കേരളത്തിൽ, ഇന്ന് കേരളത്തിലാണെങ്കിൽ നാളെ കോട്ടയത്ത്, മറ്റന്നാൾ USA-ലാണെങ്കിൽ പിറ്റന്നാൾ അമേരിക്കയിലെ വാഷിംഗ് മെഷീനിൽ. വെള്ളാപ്പള്ളി നടേശനെ പറ്റിയും അതോടൊപ്പം തന്നെ ഈഴവ സമുദായത്തെ പുച്ഛിച്ച് വിശ്വസിക്കാൻ കൊള്ളാത്ത നിറവില്ലാത്ത പന്നകളാണെന്ന് പറഞ്ഞ പന്നനാണ് അദ്ദേഹം. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. കാരണം ആരെപ്പറ്റി എന്തും പറയാനുള്ള ലൈസൻസ് കിട്ടി പുള്ളി അങ്ങനെ വീർത്ത് കെട്ടി വന്നു. ഇപ്പം ആർക്ക് വേണം? PC ജോർജിൻ്റെ നിറവുകെട്ട രാഷ്ട്രീയം കേരളം കണ്ടതാണ്. അതുകൊണ്ട് PC ജോർജിനെ ഈ കേരളത്തിൽ ഒരു മനുഷ്യരും വിശ്വസിക്കില്ല. അദ്ദേഹത്തിന് വോട്ട് ചെയ്യാനായിട്ട് ആരും തയ്യാറാകില്ല. BJP അദ്ദേഹത്തിന് ഒരു സ്ഥാനാർത്ഥ്യം കൊടുത്താൽ ആ BJPയുടെ നിലവാരം വരെ താന്നു പോകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. நான் போற இடம்லாம் தொலைஞ்சு போயிடும். அது என்னோட சாபம். ഒട്ടും പേടിക്കണ്ട, നിങ്ങൾ കറക്റ്റ് സ്ഥലത്താണോ വന്നേക്കണത്. ഇവിടെ ഇനി തൊലഞ്ചു പോകാൻ ഒന്നും ഇല്ല. മാത്രമല്ല, BJPക്കാർ പോലും അദ്ദേഹത്തിന് വോട്ട് ചെയ്യുമോയെന്ന് എനിക്ക് സംശയം. പോലുള്ള ദരിദ്രവാസികളെ നിലപാടില്ലാത്തവരെ പിടിച്ച് സ്ഥാനാർത്ഥികളാക്കി ഇവിടെ നിർത്താൻ BJPക്കാർ തയ്യാറാകുമെന്ന് തലേ ജനവാസമുള്ളവരാൻ തയ്യാറാകില്ല. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. നമുക്ക് പോവാം. അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ